തിരുവനന്തപുരം വെള്ളനാടിന് സമീപം ചാങ്ങ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിതാ ഈ കാണുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജിൽ ഏകദേശം 27 മീറ്റർ ഫ്രണ്ടേജിൽ 50 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത്. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. ടോട്ടലായിട്ട് ഇത് വരുന്നത് 2 ഏക്കർ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് 50 സെൻറ്റ് അല്ല കുറച്ചുകൂടെ കൂടുതൽ വേണം, ഏകദേശം ഒരു 1 ഏക്കറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും അതിനുള്ള ഓപ്ഷൻ ആയാലും ഉണ്ട്. സെയിം ഓണറിൻ്റെ തന്നെയാണ് ബാക്കിയും വരുന്ന പ്രോപ്പർട്ടി. നമ്മുടെ പ്രോപ്പർട്ടി എക്സാക്റ്റ് ആയിട്ട് വരുന്നത് വെള്ളനാട് നിന്ന് ആര്യനാട് റൂട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ചാങ്ങ കുരിശടി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ്, അതായത് ചാങ്ങയിൽ നിന്ന് പുനലാൽ പോകുന്ന ആ ഒരു മെയിൻ റോഡാണ്. അത് ഏകദേശം ഒരു 400-450 മീറ്റർ വരുമ്പം തന്നെ വലതുവശത്തായിട്ട് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. 50 സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് റോഡ് ഫ്രണ്ടേജ് 27 മീറ്ററാണ് കിട്ടുന്നത്. നല്ലൊരു ഹൈലൈറ്റ് ലൊക്കേഷനാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനൊക്കെ നിങ്ങൾക്ക് വാങ്ങിയിടുകയാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ്. ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം കോളേജസാണ്. ഈ റോഡ് നേരെ പോകുന്നത് പുനലാലാണ്. പുനലാൽ ഡെയിൽ വ്യൂവിൻ്റെ തന്നെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കോളേജ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ഫാർമസി കോളേജുണ്ട്, ഒരു പാരാമെഡിക്കൽ കോളേജുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ സാരാഭായ് എൻജിനീയറിംഗ് കോളേജ് ഉണ്ട്. പിന്നെ ഒത്തിരിയധികം സ്ഥാപനങ്ങൾ നമുക്ക് ഈ ചുറ്റുവട്ടത്തായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനൊക്കെ വാങ്ങിയിടാൻ പറ്റിയ ലൊക്കേഷനാണ്. ഇനി അതല്ല ഒരു ഫാമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ 50 സെൻറ്റ് എന്നുള്ളത് അപ്പുറത്ത് നിന്ന് കുറച്ചുകൂടെ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 ഏക്കറൊക്കെ ആയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ടുള്ള ഒരു ഫാം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു ചരിവാണ്. അപ്പോൾ ഇവരിതിനെ 2-3 ഇങ്ങനെ തട്ടുകളൊക്കെ ആക്കി അകത്തേക്ക് നേരത്തെ ലോറിയൊക്കെ താഴെ ഇറക്കുമായിരുന്നു കേട്ടോ. അതാണ് ഈ ഒരു വഴി ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ളത്. നല്ല ഉറപ്പുള്ള മണ്ണാണ്, പക്കാ കരഭൂമിയാണ്. ഇനി അതല്ല മൊത്തത്തിലെടുത്ത് നിങ്ങൾക്ക് പ്ലോട്ടുകളായിട്ട് തിരിക്കണമെങ്കിൽ തന്നെയും ഈ പ്ലോട്ട് എടുത്ത് ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ 27 മീറ്റർ ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ കൂടെ നമുക്ക് വഴിയിട്ടിട്ട് ഒരു 10 സെൻറ്റോ 15 അങ്ങനെയുള്ള പ്ലോട്ടുകളായിട്ടൊക്കെ തിരിക്കണമെന്നുണ്ടെങ്കിൽ ഈസിലി തിരിക്കാൻ പറ്റും. ഈ ചരിവ് നോക്കിയാൽ ചെറിയൊരു ചരിവാണ് നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് താഴേക്ക് വരുന്നത്. ഇപ്പോൾ ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പള്ളികളൊക്കെ ആണെങ്കിൽ വളരെ അടുത്തായിട്ട് തന്നെ ഉണ്ട്. എങ്ങനെ വെച്ചാൽ റെസിഡൻഷ്യൽ പർപ്പസിനൊക്കെയുള്ള പ്രോപ്പർട്ടി ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് അവിടെ നിന്ന് വരുമ്പോൾ കുരിശടി ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ പ്ലോട്ടിന് കുറച്ച് മുന്നേ തന്നെ വലതുവശത്തായിട്ട് ചാങ്ങ CSI ചർച്ച് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ലൂതറൻ ചർച്ച്, സാൽവേഷൻ ആർമി, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ചർച്ചുകൾ നമുക്ക് ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അമ്പലങ്ങളാണെങ്കിൽ അടുത്തുണ്ട്, മുസ്ലിം പള്ളികളാണെങ്കിൽ അടുത്തുണ്ട്. ഇവിടെ നിന്ന് ആര്യനാട് ജംഗ്ഷനിലേക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡുകൾ വരുന്നത് മെയിനായിട്ട് ആര്യനാടും വെള്ളനാടുമാണ്. KSRTCയുടെ വലിയ സ്റ്റാൻഡുകൾ വരുന്നത്. അത് രണ്ടും ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ പ്രൊപ്പോസ്ഡ് റിംഗ് റോഡ് ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നെട്ടുകാൽ തേരി ഇപ്പോൾ പുതിയതായിട്ട് ബ്രഹ്മോസിൻ്റെതും വേറെയും 2 പ്രോജക്റ്റുകളിലൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് 6 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ രീതിയിൽ കുറേയധികം ഡെവലപ്മെൻറ്റ് സാധ്യതയുള്ള ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിലൊക്കെ പ്രോപ്പർട്ടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം. ഈ കാണുന്ന നീറ്റായിട്ടുള്ള 50 സെൻറ്റ് സ്ഥലം ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 2.5 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ വലുതായിട്ട് പ്ലോട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ഇപ്പുറത്തേക്ക് കാണുന്ന പ്ലോട്ട് കൂടെ ചേർത്തൊക്കെ വേണമെങ്കിൽ വാങ്ങിയെടുക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീലാക്കാം. നേരിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് അവരുദ്ദേശിക്കുന്നത് കേട്ടോ. ബ്രോക്കേഴ്സ് കഴിയുന്നതും വിളിക്കാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് വീഡിയോയിൽ അവർ പറയാൻ പറഞ്ഞു കേട്ടോ. കാരണം നേരിട്ടുള്ള ആൾക്കാരുമായിട്ട് ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞതിൽ നിന്ന് ഇനി നെഗോഷിയേറ്റൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും. അപ്പോൾ എന്തായാലും നേരിട്ട് ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്.